ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ലിംഗം വളരാനായിട്ട് പ്രത്യേകമായിട്ട് കഴിക്കേണ്ട ഭക്ഷണം ഏതാണ്, അല്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടോ, ഇതിനെ പറ്റിയുള്ള ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സോണിയ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞു വിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രായത്തിനും ബുദ്ധിക്കും വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുക എന്നത് അത്യാവശ്യമാണ്. അത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അതായത് ലൈംഗിക രോഗങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ തെറ്റായ ചികിത്സകളിലേക്ക് പോയി എത്തിപ്പെടുന്നതും മാനസികമായിട്ട് കുറെ സ്ട്രെസ്സും വേറിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ കല്യാണം വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം പാരൻസ് പോലും അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവർ വേണ്ടാന്ന് പറയുന്നു, അവർ ഒഴിവായി നടക്കുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലൈംഗിക പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം. അതൊക്കെ കൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഒരു സെക്സ് എഡ്യൂക്കേഷൻ എവിടെ നിന്നും കിട്ടിയിട്ടില്ല, വീട്ടിൽ പോയിട്ട് പറയാനുള്ള ബുദ്ധിമുട്ട്, സ്കൂളുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല, അതേപോലെ തന്നെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന തെറ്റായ അറിവുകൾ, അല്ലെങ്കിൽ പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ള തെറ്റായ അറിവുകൾ, ആരിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു അറിവും കിട്ടുന്നില്ല. ഇനി മറ്റുള്ളവരോട് പോയി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും കുറവുള്ളവനാക്കി മാറ്റുമോ, അല്ലെങ്കിൽ കഴിവുകെട്ടവനായിട്ട് മാറ്റി നിർത്തുമോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സബ്ജക്റ്റ് അല്ലേ എന്നൊക്കെ കരുതിയിട്ടും ഒത്തിരി ആൾക്കാർ ഈ ഒരു കാര്യത്തെ ഒളിച്ചും പാത്തും മാറ്റി വെക്കാറുണ്ട്. അപ്പം മനസ്സിലാക്കി വെക്കുക, ഇത് പറയാൻ പാടില്ലാത്ത കാര്യമല്ല, നിങ്ങളുടെ പാരൻസിനോട് പറയാൻ പറ്റാത്ത കാര്യമല്ല, നിങ്ങളുടെ പങ്കാളിയോട് പറയാൻ പറ്റാത്ത കാര്യമല്ല. എല്ലാവർക്കും ലൈംഗിക രോഗങ്ങളും ലൈംഗിക പ്രശ്നങ്ങളും എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അത് ഒളിച്ചും പാത്തും വെക്കുന്നത് കൊണ്ടാണ്. എന്നാൽ കുറെ പേരൊക്കെ ശരിയായ രീതിയിലുള്ള ചികിത്സയിലേക്ക് എത്തിയിട്ട് നല്ല പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്തവര് തെറ്റായ ചികിത്സ തേടി പോയിട്ട് ഒരുപാട് കെണിയിൽ ചെന്ന് പെടാറുമുണ്ട്. അപ്പൊ സബ്ജക്റ്റ് ലിംഗം വളരാനായിട്ട് കഴിക്കേണ്ട ഭക്ഷണം ഏതാണെന്നാണ്. ഒരു പുരുഷന്റെ ലൈംഗിക അവയവമാണ് ലിംഗം. അപ്പൊ കുറെ ആൾക്കാർക്ക് ഇതിന് എത്ര വലിപ്പം വേണം, അല്ലെങ്കിൽ എത്ര നീളം വേണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ഷേപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അറിവില്ലായ്മകൾ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, അത് എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. 100% ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ ഒത്തിരി ആൾക്കാരിലുണ്ട്. ഒത്തിരി പേര് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ലിംഗത്തിന് എത്രയാണ് നീളം വേണ്ടത്, എത്രയാണ് വലിപ്പം വേണ്ടത്, അല്ലെങ്കിൽ ലിംഗത്തിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം എന്നാണ്. ഇതൊക്കെ അറിവില്ലായ്മയാണ്. ഈ സംശയങ്ങളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണ്? കൗമാരപ്രായത്തിലാണ് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരം, അതായത് ബാല്യത്തിൽ നിന്ന് നമ്മൾ മുതിരുന്ന ഒരു അവസ്ഥ, കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹോർമോണിന്റെ ഒക്കെ ഉത്പാദനത്തിൽ മാറ്റം വരുന്നു, ശരീര അവയവങ്ങൾക്കൊക്കെ വളർച്ച സംഭവിക്കുന്നു, ലിംഗവും വൃഷണവും ഒക്കെ വളരുന്നു. ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ പ്രായത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുക. അപ്പൊ നമ്മൾക്ക് ഇത് പറഞ്ഞു തരാൻ ആരുമില്ല, നല്ല അറിവ് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ തെറ്റായ എന്തെങ്കിലും വീഡിയോകളോ അല്ലെങ്കിൽ തെറ്റായിട്ട് കൂട്ടുകാർ പറഞ്ഞു തന്നിരിക്കുന്ന അറിവൊക്കെ വെച്ചിട്ട് ഒരു ധാരണ അങ്ങ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു ലിംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വലിപ്പം വേണം, അല്ലെങ്കിൽ ഇത്ര നീളം വേണം, അല്ലെങ്കിൽ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കൂട്ടുകാരിൽ നിന്നുള്ള അറിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങ് തെറ്റായിട്ട് അങ്ങ് ധരിച്ചു വെച്ചിരിക്കും. എന്നിട്ട് ഈ ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ് ഒരു വിവാഹപ്രായത്തിലേക്ക് എത്താനാവുമ്പോഴത്തേക്കും എൻ്റെ ലിംഗത്തിന് വലിപ്പക്കുറവാണ്, എൻ്റെ ലിംഗത്തിന് വളവ, അല്ലെങ്കിൽ എനിക്ക് ലിംഗത്തിന് നീളമില്ല, ഇങ്ങനെയുള്ള കുറെ തെറ്റായ ധാരണകളാണ്. എന്നിട്ട് സ്വയം തീരുമാനിക്കും, എനിക്ക് വിവാഹമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം. ഇത് ആരോടും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നുപോയി, ഞാൻ ആരോടാ പറയുക? ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഒത്തിരി ആൾക്കാർ വിളിക്കാറും ചോദിക്കാറും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇതോട് കൂടിയിട്ട് ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ഒരാൾ വിളിച്ചിട്ട് ഒരു ദിവസം ചോദിച്ചു, ലിംഗം വളരാനായിട്ട് ഏത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന്. ഞാൻ ഇന്ന് വരെയും എവിടെയും ലിംഗം വളരാൻ വേണ്ടിയിട്ട് ഇന്ന ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് എവിടെയും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ലിംഗം വളരാൻ വേണ്ടിയിട്ട് ഇന്ന ഭക്ഷണം കഴിച്ചാൽ ലിംഗം വളരും, അങ്ങനെ ഉള്ള ഒരു സംഭവം എവിടെയും ഇല്ല. അതായത് ലിംഗം വളരാൻ, നീളം വെക്കാം, വണ്ണം വെക്കാൻ ഇന്ന മരുന്ന് കിട്ടും, ഇന്നത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ ഒരുപാട് തെറ്റായ ചികിത്സകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ആരും ആ ചികിത്സ തേടിപ്പോകരുത്, തെറ്റായ ചികിത്സകളിലും തട്ടിപ്പുകളിലും ചെന്ന് പെടരുത്. നമ്മുടെ ശരീരത്തിന് നമുക്ക് സമീകൃതമായിട്ടുള്ള ആഹാരം വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സമീകൃത
ആഹാരം നമുക്ക് ആവശ്യമാണ്. ഒരു ഗവേഷണ പഠനത്തിലും ഒരു പ്രത്യേക വസ്തുവും കഴിച്ചിട്ട് ലിംഗം വളരുമെന്ന് എവിടെയും തെളിയിച്ചിട്ടില്ല എന്നതാണ്. ചില സ്ഥലങ്ങളിൽ പറയും മുട്ട, ബദാം, അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ജ്യൂസുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാനീയങ്ങൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ലിംഗം വളരും, വണ്ണം വെക്കും, നീളം വെക്കും. ഇങ്ങനെയുള്ള ഒത്തിരി സംഭവമായിട്ടുള്ള ഒത്തിരി തട്ടിപ്പുകൾ ഒരുപാട് ഇടങ്ങളിൽ നടക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അവർ ശരിയായ ചികിത്സ തേടിയിട്ടുള്ള പോക്ക് ഒഴിവാക്കും. കാരണം ഇത് പറയാൻ പറ്റാത്ത കാര്യം, നാണക്കേടുള്ള കാര്യമാണല്ലോ. പൊളിച്ചും പാത്തും പോയിട്ട് അവരോട് പറയുന്നതിന് ആർക്കും നാണക്കേടില്ല. ശരിക്കും ഒരു ഡോക്ടറെ അടുത്തെത്താനും പോയി പറയാനുമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ തട്ടിപ്പിലേക്ക് വരുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനത്തെ തട്ടിപ്പ് ചികിത്സയായിട്ട് ഇരിക്കുന്നത് എന്നങ്ങ് മനസ്സിലാക്കിക്കോളുക. അല്ലാതെ ലിംഗം വളരാൻ വേണ്ടിയിട്ട് ഇന്ന ഭക്ഷണം കഴിച്ചിട്ട് ലിംഗം വളർന്നു എന്നും എവിടെയും കേട്ടിട്ടില്ല. വളരൂ എന്ന് പറഞ്ഞു കിട്ടുന്നതും തെറ്റാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ലിംഗത്തിന് വലിപ്പക്കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോ. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമുക്ക് ചികിത്സ തരുന്ന ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്. നല്ല ഹോസ്പിറ്റലിൽ എത്തുക, അവരോട് ചോദിക്കുക ഇന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ചോദിക്കുക, നിങ്ങൾ എന്തിനാ മടിക്കണത്? നമ്മൾ ഈ ക്യാഷ് കൊടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. നിങ്ങൾ പോയിട്ട് എന്റെ പ്രശ്നം ഇന്നതാണ്, അതിന് ഞാൻ ഏത് ഡോക്ടറാണ് കാണേണ്ടത് എന്ന് ചോദിച്ചിട്ട് തന്നെ നല്ല ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നല്ല ചികിത്സ എടുക്കുക. അപ്പൊ അവര് നിങ്ങൾക്ക് ലിംഗത്തിന് വലിപ്പക്കുറവുണ്ടോ എന്നത് പറഞ്ഞു തരും. ഒരു പുരുഷന് ലിംഗത്തിന് എത്ര വലിപ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ എത്രയിൽ കുറവ് വന്നാലാണ് പ്രശ്നം, അല്ലെങ്കിൽ എത്ര വരെ ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരും. അല്ല നമ്മൾ സ്വയം തീരുമാനിക്കരുത്. എന്റെ ലിംഗത്തിന് വലിപ്പക്കുറവാണ് നമ്മൾ സ്വയം തീരുമാനിക്കരുത്. അത് കറക്റ്റ് അളവാണെങ്കിലോ നമ്മൾ തെറ്റായ ധാരണയും വെച്ചിരുന്ന് വിവാഹവും വേണ്ടാന്ന് വെച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെടും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്റെ ലിംഗത്തിന് വളവുണ്ട്, എന്റെ ലിംഗത്തിന് വലിപ്പക്കുറവുണ്ട്, നീളക്കുറവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്വയം അങ്ങോട്ടേക്ക് തീരുമാനിക്കേണ്ട. ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ളൊരു തോന്നല് നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനി വീട്ടിൽ പറയാനും ബുദ്ധിമുട്ട് ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോയിക്കോ. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡോക്ടറെ പോയിട്ട് പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. എനിക്ക് എൻ്റെ വീട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് നാണക്കേട് മടിയായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഡോക്ടറെ അടുത്തേക്കാണ് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എൻ്റെ ഒരു ചിന്താഗതിയാണ്. അത് ശരിയാണോ തെറ്റാണോ, നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ആണോ ആവശ്യം, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ആണോ ആവശ്യം എന്നത് ഡോക്ടർ പറയും. ഇല്ലെങ്കിൽ ഡോക്ടർ നമ്മുടെ വീട്ടുകാർക്ക് അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കും നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടത്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്, നമ്മളിലുള്ള കുറവ് നമ്മൾ സ്വയം തീരുമാനിച്ചിട്ട് എനിക്ക് വിവാഹം വേണ്ട, അല്ലെങ്കിൽ എനിക്കൊന്നിനും പറ്റത്തില്ല, എനിക്ക് കഴിവില്ലാത്തവനാന്നൊക്കെ പറഞ്ഞ് മാനസികമായിട്ടുള്ള സ്ട്രെസ്സും പേറിയിട്ട് ഇങ്ങനത്തെ ചിന്തകളുമായിട്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. കാരണം ഒത്തിരി പേര് കോൾ ചെയ്യാറുണ്ട്, മെസ്സേജ് വിടാറുണ്ട്. അപ്പൊ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത്, തെറ്റായ ചികിത്സയ്ക്ക് നിങ്ങൾ പോകരുത്, നല്ലൊരു ഡോക്ടറെ കാണുക, നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാണ്, സമീകൃത ആഹാരം നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഭക്ഷണം കഴിച്ചാൽ റെഡി ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കണ്ട. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി തരുമെന്നത് നിങ്ങൾ ഓരോരുത്തർ അറിഞ്ഞു വെക്കുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് തെറ്റായ ധാരണകളൊക്കെ ആയിരിക്കും കുറെ ആൾക്കാരുടെ മനസ്സിലുണ്ടാവുക. ഇന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന കാര്യത്തിന് പരിഹാരമായെന്നുള്ള ധാരണയൊക്കെ വെച്ചിട്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഈ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവരോടൊക്കെ പറയാണ്, ഇന്ന ഒരു പ്രത്യേക ഭക്ഷ്യവസ്തുവും ഇതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക. അല്ലാതെ ഒന്നും കണ്ടുപിടിച്ചതായിട്ട് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നതാണ്, എനിക്ക് അറിവുമില്ല. അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ അടുത്തെത്തുക, നല്ലൊരു ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. നല്ല ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്നിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും വരില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുമ്പോൾ നമുക്കതൊരു വളർച്ചയാണ്. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉപകാരമാകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അത് നമുക്ക് എല്ലാ രീതിയിലും ഉപകാരപ്രദമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അച്ചൂസ് ക്രിയേഷൻ 0.1 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും നമ്മൾ സെൽഫ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി സബ്ജക്റ്റുകളെ പറ്റിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക, നല്ല അറിവുകൾ സ്വീകരിക്കുക. അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ.